കൊഴുക്കട്ട എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ കിഴിക്കൊഴുക്കട്ട ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് കിഴിക്കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. തേങ്ങ വേണം, ശർക്കര വേണം. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കണം. പരത്തുന്ന സമയത്ത് കൈ നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ, ഇല്ലെങ്കിൽ മാവ് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ്, തേങ്ങയുടെയും ശർക്കരയുടെയും ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ബോൾസാക്കി എടുക്കാം. ഇനി വാഴയില എടുത്ത് വാട്ടിയെടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ കൊഴുക്കട്ടയുടെ ബോൾസും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വാഴയില നന്നായിട്ട് കെട്ടിവെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. കിഴിക്കൊഴുക്കട്ട വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അഴിച്ചു നോക്കിയാലോ.